ഒരു ദിവസം ഒരു സദ്യക്ക് ഊണ് കഴിക്കാതിരിക്കുന്ന സമയത്ത് ഒരു ആരാധന അപ്പുറത്ത് വന്നിട്ട് ചോദിച്ചു, ചേട്ടന് തൈര് ഇങ്ങനെ ഒഴിക്കുകയാണ് ചോറിലേക്ക്. അതായത് എന്താ പറയുക, സാമ്പാർ കൂട്ടി ഇതെല്ലാം കഴിഞ്ഞ് പായസം കഴിച്ചു, അതിന് തൈര് വലിയ ഉണ്ട കൈയാണ്, തൈര് കൂട്ടി ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഒരു ആരാധകൻ വന്നിട്ട്, ഐ ചേട്ടാ, പാട്ടുകാർ തൈര് കഴിക്കാൻ പാടുണ്ടോ? കഴിച്ചാൽ എന്താ കുഴപ്പം, കുറച്ചുകൂടി തൈര് കൊണ്ടുവരാ. അവനോടുള്ള വാശിക്ക് ആ വാശിക്ക് വീണ്ടും തൈര് കൊണ്ടിട്ട്, ഐ തൈരേ. ആദ്യത്തെ കൺമണി സിനിമയിൽ ഞങ്ങൾ ഡുവേറ്റ് പാടി. അമ്മാനത്തമ്പഴങ്ങ ചെമ്മാന ചെമ്പരത്തി ഉണ്ണിക്കൊരു 100 കൂട്ടം മേളം. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ പാടിയപ്പോൾ ജേട്ടൻ്റെ കൂടെ വേദിയിൽ എല്ലാ വേദിയിലും പാടാറുള്ള പാട്ടാണ് മല്ലികാബാണൻ. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു മാറിലോ ഓർമ്മയിലെന്നും. ചന്ദനത്തിൽ കടഞ്ഞെടുത്ത സുന്ദര സംഗീത ശില്പം പോലെ അനുവാചകരുടെ ഹൃദയാകാശത്ത് അവിരാമം തെളിയുന്ന ചാന്ദ്ര ശോഭ, ജയചന്ദ്ര സ്വരശോഭ. സ്കൂൾ പഠനകാലം മുതലേ പാട്ടിലും ഉപകരണ സംഗീതത്തിലും ഉടലെടുത്ത പ്രാവീണ്യം ആലാപനത്തോടൊപ്പം കഥകളി, മൃദംഗം, ചെണ്ട, പാഠകം, ചാക്യാർകൂത്ത് തുടങ്ങി വിവിധ കലകളിലും ആ കൊച്ചു കലാകാരൻ പ്രകടിപ്പിച്ചു. പിന്നീട് 1965 കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം ആലപിച്ചുകൊണ്ട് മലയാള ഭാഷയുടെ മാദക ഭംഗി വിളിച്ചോതിയ അദ്ദേഹം 900-ലേറെ സിനിമകളിലൂടെ 1200-ൽ പരം പാട്ടുകൾ പാടി. നീലഗിരിയുടെ സഖികളോട് അനുരാഗ ഗാനം ചൊല്ലിയും പ്രായം നൽകിയ മോഹങ്ങളിൽ ഹർഷബാഷ്പം തൂകിയും പൊന്നുഷസ്സുകളിൽ വടക്കുന്നാഥന് സുപ്രഭാതം പാടിയും നമ്മെ ആവോളം ആനന്ദിപ്പിച്ച ജയചന്ദ്ര സംഗീതം ലളിതഗാനങ്ങളും ഭക്തിഗീതങ്ങളും ഓണപ്പാട്ടുകളും ഉൾപ്പെടെ ചലച്ചിത്രേതര ഗാനലോകത്തും സ്മൃതിയുടെ ചിറകിലേറുവാൻ നമ്മെ പ്രേരിപ്പിച്ചു. തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിൽ സ്വരവിസ്മയം തീർത്തപ്പോഴും ഞാനൊരു മലയാളി എന്ന് ഉറക്കെ പാടിയ ഭാവഗായകൻ. ഓർമ്മയിലെന്നും പി ജയചന്ദ്രൻ. ഓർമ്മയിലെന്നും പി ജയചന്ദ്രൻ എന്ന ഈ ലക്കത്തിൽ ആദ്യം എത്തുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ പാട്ടുകാരനായ ജയേന്ദ്രനെയും അതല്ലാത്ത വ്യക്തിയെയും സുഹൃത്തിനെയും എല്ലാം ഒരുപോലെ അറിയുന്ന ഒരാൾ, അദ്ദേഹത്തോടൊപ്പം ദീർഘകാലത്തെ സൗഹൃദമുള്ള അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ, കൂട്ടുകാരൻ, സന്തത സഹചാരിയൊക്കെ ആയിട്ടുള്ള ഒരാൾ, ഏറെ സ്നേഹപൂർവ്വം നിരവധി സിനിമകളിലൂടെയും വേദികളിലൂടെയും ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെയും എല്ലാം നമ്മളെ വിസ്മയിപ്പിക്കുന്ന കലാകാരൻ. സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജയരാജ് വാര്യർ. ജയരാട്ടാ, നമസ്കാരം. ജയരാട്ടൻ നമുക്ക് മറ്റ് ചില എപ്പിസോഡുകളിൽ വന്നിട്ടുണ്ട്. ഒരാളെ ആവർത്തിക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് പി ജയചന്ദ്രൻ എന്ന ഗായകന്റെ ഒരു എപ്പിസോഡ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്ത ആൾ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ആൾ എന്നതിനൊക്കെ അപ്പുറം ഒരു സൗഹൃദത്തിലൂടെ പലപ്പോഴും ജയചന്ദ്രൻ എന്ന വ്യക്തിയെ അടുത്തറിയാൻ, അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കാൻ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാനെല്ലാം സാധിച്ചിട്ടുള്ള സൗഹൃദ വലയങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ജയരാജേട്ടനും. നിങ്ങളുടെ ഒരു സൗഹൃദത്തിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? അതിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? അതിനൊരു 30 വർഷത്തെ പഴക്കം കാണും. ആ, അതായത് ഒരു ജേട്ടനെ വളരെ ദൂരെ നിന്നാണ് ഞാൻ ആദ്യകാലത്തൊക്കെ കണ്ടത്. കുട്ടിയായിരിക്കുമ്പോൾ, എൻ്റെ കൗമാരകാലത്ത്, കോളേജ് കാലത്ത്, പിന്നീട് വലിയ വലിയ സംഗീത അരങ്ങുകളുടെ അണിയറയിൽ ഒക്കെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കാണുക. ആളൊരു മുൻകോപിയാണ്, പെട്ടെന്ന് ചൂടാവുന്ന ആളാണ്, അങ്ങനെയൊക്കെയാണ് പൊതുവെ കേട്ടിട്ടുള്ളത്. ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് സതീഷ് രാജൻ എന്ന് പറഞ്ഞ സ്നേഹിതൻ തൃശ്ശൂരിലൊരു വീട്ടിലിരിക്കുക, നമ്മുടെ ലോഹിദാസ്, സുന്ദർദാസ് അവരുടെയൊക്കെ ഒരു ബന്ധുവീട് പൂങ്കുന്നം എന്ന് പറഞ്ഞത്. അവിടെ എങ്ങനെ ഇരിക്കുന്ന സമയം അവിടെ ഇവർ കൂടിയിരിക്കുക. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ഞാൻ ഫ്രീ ആണ്, നിങ്ങളെ ജയേട്ടൻ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഏത് ജയേട്ടൻ?
സാക്ഷാൽ ശ്രീ പി ജയചന്ദ്രൻ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും സാധ്യതയില്ലോ. അല്ല, അദ്ദേഹം ഒന്ന് കാണണമെന്ന് പറഞ്ഞു, ഉടനെ തന്നെ വരണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു വീടിൻ്റെ അടുത്ത് നിന്ന് രാത്രി ഒരു 9 മണിക്ക് ശേഷം ഒരു ഓട്ടോറിക്ഷയ്ക്ക് പിടിച്ച് പൂങ്കുന്നത്തെ ഈ വീട്ടിലേക്ക് പോവാണ്. എനിക്കറിയാം വീട്. രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മകൻ അങ്കു. അവിടെ ചെന്നപ്പോൾ ജയേട്ടൻ അവിടെ നിലാവ് പോലെ ഇങ്ങനെ ഇരിക്കുക. അത് നമ്മൾ ഒരുപാട് കാലമായി അടുത്തറിയാനും കാണാനും സ്നേഹം പങ്കുവയ്ക്കാനും സംഗീത സൗഹൃദം പങ്കുവയ്ക്കാനും ആഗ്രഹിക്കുന്ന നമുക്ക് പ്രിയങ്കരനായ ഒരാൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഹ്ലാദം ഉണ്ടല്ലോ. അങ്ങനെ എന്നെ കണ്ട വഴിക്ക് ആദ്യം ചോദിച്ച്, കൂത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു ആ കുറച്ചറിയാം. തുള്ളല്? ഞാൻ പറഞ്ഞു കുറച്ചറിയാം. കൊതും തുള്ളലൊക്കെ കാണാണ്ട് പരിപാടിയിൽ ഞാൻ കാണാറുണ്ടേ, നന്നാവുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 10 മിനിറ്റ് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നത് ഒരു 3.5-4 മണിക്കൂർ നേരം ഞങ്ങൾ കൂത്തിനെക്കുറിച്ചും തുള്ളലിനെക്കുറിച്ചും നളചരിതത്തെക്കുറിച്ചും. അദ്ദേഹം ഇരിങ്ങാലക്കുടയാണ്. വലിയ നർമ്മബോധമുള്ള ആളാണ്. നർമ്മം ഒരു നമ്മൾ വിചാരിക്കാത്ത പ്രദേശങ്ങളിൽ നിന്ന് നർമ്മം കണ്ടെടുക്കുകയും ചിരിക്കുകയും അതിന് വളരെ മൃഗീയമായി നർമ്മം പറയും. അതായത് നിങ്ങൾക്ക് ഇത് വേദനിച്ചാൽ എനിക്കൊരു ചുക്കുമില്ല എന്നുള്ള പോലെയൊക്കെ ചിലപ്പം. അതിനൊരു വാക്കുണ്ട്, നിർഭയമായും നിർദ്ദയമായും. നിർദ്ദയ നർമ്മങ്ങളുടെ വക്താവും കൂടെയാണ് പാട്ടുകാരൻ എന്നുള്ളതിനപ്പുറം. നമുക്ക് ഇരിക്കൂ, ബാക്കി സംസാരിക്കാം. പിന്നെ ജയേട്ടൻ്റെ നർമ്മത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനം. കാരണം ജയേട്ടൻ എന്ന് പറയുന്ന ഗായകനെ നമ്മളെല്ലാവരും അറിയും. നമ്മളുടെ പ്രണയങ്ങളെ, നമ്മുടെ കൗമാരങ്ങളെ, വിഷാദങ്ങളെ ഒക്കെ താലോലിക്കുന്ന ഒരു ശബ്ദമാണ്. അതായത് വളരെ ചെറുപ്പം മുതലേ ആ ശബ്ദം കേൾക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ആരാധന. പക്ഷേ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പക്കാ ഒരു എന്താ പറയേണ്ടത്, സാധാരണ മനുഷ്യനെ പോലെ അല്ല. ഈ പാട്ടുകാരൻ എന്ന് പറയുന്നതിൻ്റെതായ ഒരു ആലഭാരമുണ്ടല്ലോ പല ആളുകളെ സംബന്ധിച്ച്. ഞാനൊരു പാട്ടുകാരനാണ്, ഈ പാട്ടൊരു വരേണ്യമായ കലയാണ്. അപ്പം ഞാൻ ഇത്രയധികം പാട്ടുകൾ പാടിയ ഒരാളാണെന്നൊക്കെ ഉള്ളൊരു ഭാവത്തോടു കൂടി ഇരിക്കാൻ, ആ ഭാവം ചുമക്കാൻ അദ്ദേഹത്തിന് തന്നെ പറ്റൂല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എതിരെ വരുന്ന ആളോട് വളരെ രസമായിട്ട് വർത്തമാനം പറഞ്ഞു പോകുന്ന ആളാണ്. ഇതിപ്പോൾ ഒരു സദ്യക്ക് പോകാമെന്നിരിക്കാം. ജേട്ടനെയും വെയിറ്ററിയും ശാപ്പാട് വലിയ ഇഷ്ടം. അത് ഓരോന്നും രുചിച്ചാൽ കഴിക്കുക. കാളൻ എന്ന് പറഞ്ഞാൽ കാളൻ മാത്രം, പിന്നെ ഓലൻ, എരിശ്ശേരി, അവിയൽ, ഇതിൻ്റെ ഒക്കെ ഒരു പ്രിയം വളരെ വലുതാണ്. ഇവിടെയുള്ള ഫോട്ടോ കാണുമ്പം നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം ബാലതാരമായി നിൽക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ യുവനോത്സവത്തില് ദാസേട്ടന് ഫസ്റ്റ് കിട്ടിയപ്പോൾ മൃദംഗത്തിന് ഫസ്റ്റ് മേടിച്ച് ഒപ്പുമിരിക്കുന്നു. പിന്നെ ക്രൈസ്റ്റ് കോളേജിന്റെ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ജയേട്ടൻ്റെ ക്രിക്കറ്റ് ടീം അംഗമായിട്ട് മഹാരാജാസ് കോളേജുമായിട്ട് ക്രൈസ്റ്റ് കോളേജിന്റെ ടീമുമായിട്ട് കേരളവർമ്മയായിട്ടൊക്കെ റെഗുലർ ക്രിക്കറ്റ് കോമ്പറ്റീഷൻ നടത്തുന്ന ഒരു വലിയ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു ജയേട്ടൻ എന്നുള്ളതൊന്ന് ആലോചിച്ചു. ഒരു റിയാലിറ്റി ഷോയിൽ ഒരു പാട്ട് കേട്ടപ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോയി. അപ്പൊ പിന്നീട് എനിക്കൊന്ന് ജോണി ലൂക്കോസ് എന്നെ കണ്ട ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ ഇറങ്ങിപ്പോയില്ലോ, ഞാൻ ഇറങ്ങിപ്പോവും, എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അത്ര ദേഷ്യം വന്നപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി. അപ്പോൾ ജോണി ചേട്ടൻ ചോദിച്ചു, നിങ്ങൾക്ക് അപ്പോൾ ഒരാൾ പൈസ തന്നിട്ട് ഇതുപോലത്തെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാടും? എന്നോട് ചോദിച്ചു, അതെന്ത് മര്യാദ, നിങ്ങൾ പാടുകയും ചെയ്യും ഇറങ്ങിപ്പോ ചെയ്തേ. ഹൈ, പാടുന്നതിന് എനിക്ക് പൈസ കിട്ടും, കേൾക്കുന്നതിന് എനിക്ക് പൈസ കിട്ടൂല്ലോ. പാടുന്നതിന്റെ ജോലിയാ. അതുപോലെ അതിന് പൈസ കിട്ടും, കേൾക്കണതിന് എനിക്ക് പൈസ കിട്ടൂല. അതുകൊണ്ട് ഞാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം ഒരുപാട് മനോഹരമായ പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള ലിറിസിസ്റ്റ് ഷിബു ചക്രവർത്തി സാർ ജയചന്ദ്രൻ സാറിനെ ഓർക്കുന്നു. ജയേട്ടനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്നത് കൊലവറി എന്നുള്ള പാട്ടിനെതിരെ ജയേട്ടൻ കലിതുള്ളിയ ആ വിഷ്വല യൂട്യൂബിൽ മുഴുവൻ അവൈലബിൾ. അത് യഥാർത്ഥത്തിൽ അതങ്ങനെ ആയിരുന്നില്ല. ജയേട്ടൻ ഒരു കുട്ടി പാടാൻ വന്നപ്പോൾ, കൊലവറി പാടാൻ വന്നപ്പോൾ ചൂടായി എന്നുള്ളതെല്ലാം സത്യമാണ്. പക്ഷേ റിയാലിറ്റി ഷോയുടെ കോമ്പറ്റീഷനിൽ ഒരാൾ പാടുന്ന പാട്ട് നമ്മൾ ചാനലിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഒരിക്കലും അത് വേണ്ടാന്ന് പറയില്ല. കാരണം മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പറയുന്ന കംപ്ലൈൻറ്റ് ഇവർ അതിലിടപെട്ടു, അതുകൊണ്ട് ആണ് എനിക്ക് മാർക്ക് പോയതെന്നായിരിക്കും. അതുകൊണ്ടിട്ട് അതിൽ നമ്മൾ ഇടപെടാറില്ല. പക്ഷേ ജയേട്ടൻ ഈ പാട്ട് കേട്ടിട്ടുണ്ടേ ജയേട്ടൻ ചൂടായി. 2 പ്രശ്നമാണ്. കുട്ടിയുടെ കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമുണ്ട്, ജയേട്ടൻ്റെ ഈ മൂഡ് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ ചൂടാവുകയാണെങ്കിൽ അതൊന്നും എൻ്റെ അടുത്ത് മുൻകൂട്ടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നീറ്റായിട്ട് അത് ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടായിരുന്നല്ലേ, ചേട്ടൻ ഒന്നുകൂടി ഒന്ന് ചൂടാവാമോ? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ശരി ചെയ്യാം. അങ്ങനെ ജയേട്ടൻ വന്നിരിക്കുന്നു. ആ കുട്ടി വന്നിട്ട് കൊലവറി പാടാൻ തുടങ്ങുന്നു.
ജയേട്ടൻ എഴുന്നേറ്റ് ചൂടാവുന്നു. പക്ഷേ ഞാൻ ഞെട്ടി. കാരണം അന്ന് ഹാൻഡ് മൈക്ക് വെച്ചിട്ടാണ് ജഡ്ജസ് സംസാരിക്കുന്നത്. ജയേട്ടൻ ഹാൻഡ് മൈക്ക് എടുക്കാതെയാണ് ഈ ചൂടാവുന്നത് മുഴുവൻ. ഒരു നിവൃത്തിയില്ല. വീണ്ടും അഭിനയിക്കാൻ ചേട്ടൻ്റെ അടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഹാൻഡ് മൈക്ക് എടുത്തിട്ട് ഓടി സ്റ്റേജിൽ കയറുന്നു. എന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ ചേട്ടൻ ഇങ്ങനെയെല്ലാം? ആ വിഷ്വൽ കണ്ടാലറിയാം, ഞാൻ ആ മൈക്ക് പിടിച്ചിട്ടാണ്, ചേട്ടന് ഫേവറബിളായിട്ട് മൈക്ക് പിടിച്ചിട്ടാണ് ആ സീൻ മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജയേട്ടൻ അങ്ങനെ എന്താ പറയുന്നത്, അത്രമാത്രം നിഷ്കളങ്കമായിട്ട് മനസ്സുള്ളത് കൊണ്ടിട്ടായിരിക്കാം ജയേട്ടൻ്റെ പാട്ടുകളിലും ആ ഭാവാർദ്രത ഇത്രമാത്രം തെളിഞ്ഞു വരുന്നത്. വിദേശത്തൊരു ഷോയ്ക്ക് ഇദ്ദേഹം വന്നിട്ട് ജേട്ടൻ വന്നിട്ട് ഇവരിങ്ങനെ കുറെ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ പാട്ട് കഴിഞ്ഞ് ഈ പാട്ട് കഴിഞ്ഞിട്ട് ആ പാട്ട് എന്നൊക്കെ പറഞ്ഞ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഷോ തുടങ്ങാൻ ഒരുപാട് വൈകിട്ട് ജേട്ടനാകെ ദേഷ്യമായിട്ടിരിക്കും. കാരണം രാത്രി പുലർച്ചെ കണ്ട് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഒരു പാട്ട് പാടിയിട്ട് ഇറങ്ങിയിട്ട് വേറെ 4 പാട്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത പാട്ട്. ഇതിനൊന്നും നിന്നില്ല. വന്ന ചേട്ടൻ നിൽക്കെ ഒരു 5 പാട്ട് കണ്ടിന്യൂസ് അങ്ങ് അടിക്കുകയാണ്. അപ്പോൾ 5 പാട്ട് കണ്ടിന്യൂസ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞൊരു മെലോഡി പാടിയപ്പോൾ 1-2 സ്ഥലത്ത് എന്ന് പറഞ്ഞ് വേറെ 2 പേരൊന്ന് പോയി. തിരിച്ചു വന്നിങ്ങനെ ഇരിക്കുമ്പം ഈ ആരാധകരുണ്ടല്ലോ, ചേട്ടനോട് വലിയ സ്നേഹമുള്ള ഒരു ആരാധകന്മാർ അടുത്തിരുന്ന് പറഞ്ഞ്, ചേട്ടാ പാട്ട് വളരെ ഇതായിരുന്നു, പിന്നെ ആ ഒരു 2 പേര് അവിടുന്ന് ഇവിടുന്ന് അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കാരണം അത് അവരൊക്കെ അവർക്കറിയില്ല അത് അവരെന്താ അങ്ങനെ ചെയ്തതിന്. സമാധാനിപ്പിക്കുക എന്നോ, എനിക്കൊരു കുഴപ്പമില്ല, അവൻ കേൾക്കണം, അവൻ കേട്ടാൽ മതി. പുള്ളിക്ക് ഇതൊരു വിഷയമല്ലെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ മസ്കറ്റിലൊരു പ്രോഗ്രാമിന് പോയപ്പോഴേ അവിടെ ഒരു കസ്റ്റം ഉള്ള സ്ഥലമാണല്ലോ. അവിടെ സംഘാടകർ വന്നിട്ട് ലാസ്റ്റ് മൊമെന്റിൽ പറഞ്ഞു, ജയേട്ടൻ ആദ്യം പാടുന്ന പാട്ട് ശ്രീശബരീശ ദീനദയാള എന്നുള്ള പാട്ടാണ്. ശ്രീശബരീശ ദീനദയാല മെമലവാഴും ശ്രീകണ്ഠ, ഇതാണ് പാടേണ്ടത്. ലാസ്റ്റ് മൊമെന്റിലാണ് പറയുന്നത്. അതൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് കയ്യിലെ ടവലൊക്കെ ആയിട്ട് കയ്യിലെ ചെറിയ പാട്ട് പുസ്തകം 2 അതുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പറയുന്നത്, നമുക്ക് ശ്രീശബരീശ പാടാൻ പറ്റില്ല. പറഞ്ഞു അത് ശരിയാവില്ല, ആ പാടിന് പരിപാടി വേണ്ട. അല്ല ചേട്ടാ, ആ പാട്ട് പാടണ്ട, ചേട്ടൻ നേരെ മഞ്ഞലയിലേക്ക് കയറിക്കോളൂ. മഞ്ഞലയിലേക്ക് അങ്ങനെയൊന്നും കയറാൻ പറ്റില്ല, എനിക്ക് ശ്രീശബരീശ പാടണം. അങ്ങനെ ഇതിന് പരിഹാരമില്ലാതെ പരിപാടി 10 മിനിറ്റ് 15 മിനിറ്റ് നീണ്ടുപോയപ്പോൾ ജയേട്ടൻ തന്നെ ഒരു പരിഹാരം കണ്ടത്. എന്താ അറിയോ? ബാക്ക് കർട്ടൻ, ഫ്രണ്ടിൽ കർട്ടൻ ഉണ്ട്, സ്റ്റേജ്, മൈക്കെല്ലാം റെഡിയാണ്, ഇൻസ്ട്രുമെൻറ്റ്സ് റെഡിയാണ്, ആർട്ടിസ്റ്റ് റെഡിയാണ്, ഒന്നും വേണ്ട. ബാക്ക് കർട്ടൻ്റെ അവിടെ പോയിട്ട് ഈ പുസ്തകം തുറന്നിട്ട് ജേട്ടൻ തനിയെ നിന്നിട്ട് ശ്രീശബരീശ ദീനത ഇത് ഫുൾ പാടി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഹൗ ആശ്വാസമായി, ഇനി മഞ്ഞലയിലോ എവിടെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ മുങ്ങാം. ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇനി നമ്മൾ ഇപ്പം ജയരാട്ടൻ അത്യാവശ്യം പാടുന്ന ആളാണ്, ഞാൻ എതിർക്കുന്നില്ല, ഞാൻ ഒട്ടും പാടാത്ത ആളാണ്. പക്ഷെ എന്നാലും ഒരു പാട്ടുകാരന്റെ സാന്നിധ്യമില്ലാതെ നമ്മൾ ജയേട്ടനെ പറ്റി, പാട്ടുകാരും ഗാനരചയിതാക്കളും ഒക്കെ വരണം, ഇവിടെ എല്ലാം വരും. അപ്പം ഞാൻ ഇനി ഗായിക വരണം, ഒരു സംഗീത സഭയാക്കി നമുക്ക് ഇതിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യം ഞാൻ ക്ഷണിക്കുന്നത്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ളത് മലയാളത്തിലെ ഒരു വലിയ ചലച്ചിത്ര പിന്നണി ഗായകനാണ്. ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാലം തൊട്ട് ഇക്കാലം വരെയും ഒരുപോലെ മലയാളികൾക്ക് പ്രിയപ്പെട്ട, ഒരുപോലെയുള്ള ശബ്ദത്തിനുടമയായി നിൽക്കുന്ന പ്രിയപ്പെട്ട ഗായകൻ, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, പ്രിയപ്പെട്ട ബിജു നാരായണൻ. ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. ബിജുചേട്ടൻ ദീർഘമായ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഇത്തിരി ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് വോയിസ് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. കണ്ടാ തോന്നില്ല കേട്ടോ, അത് എപ്പോഴും ഫ്രഷ് ആണ്. അപ്പൊ ഞാനൊരു പാട്ടുകാരനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ചോദിച്ചത്, ബിജുചേട്ടാ അത് വരണം. ബിജുചേട്ടനാണെങ്കിലും ചേട്ടന്റെ എപ്പിസോഡ് എന്ന് പറഞ്ഞപ്പോൾ വളരെ അതും കൂടെ കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. ഒരുപാട് ഷോകളൊന്നും ചെയ്തിട്ടുള്ള ആളല്ലേ? തീർച്ചയായിട്ടും 3 ഷോസ്, റെക്കോർഡിങ്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് അനുഭവങ്ങളാണ്. ജയേട്ടനെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ വീട്ടിൽ വെച്ചാണ്. ഓ, അതൊരു 10-40 വർഷം മുമ്പാണ്. എൻ്റെ സിസ്റ്റർ പാടും. അപ്പോൾ സിസ്റ്ററിനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അച്ഛനും സിസ്റ്ററും ജയേട്ടനും കൂടി ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമുക്കറിയാം ജയേട്ടൻ ദാസേട്ടനാണല്ലോ അന്നും ഇന്നും അതെ. അപ്പോൾ ആ ഒരു ചെറിയ ഓർമ്മയാണ്. എന്നിട്ട് വന്ന് വെള്ളം കുടിച്ചു, ചായ ഒന്നും വേണ്ട, ലേറ്റായില്ലേ, അതുകൊണ്ട് ഇത്തിരി വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നത്, അങ്ങനെ എൻ്റെ ഒരു ചെറിയൊരു ഇങ്ങനെ എന്താ പറയുക മങ്ങിയ ഓർമ്മയാണ്. പക്ഷെ എന്നാൽ
അത്യാവശ്യം ക്ലിയർ ആണ്. എന്നാലും വീട്ടിലാണ് കണ്ടത് ആദ്യം. അതാണ്. ആ. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ജയേട്ടനായിട്ട് പാടാൻ പറ്റി, ഒരുമിച്ച് സംസാരിച്ച എത്രയോ നിമിഷങ്ങൾ, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ. ജയേട്ടനായിട്ട് ആദ്യമായിട്ട് റെക്കോർഡിങ് ചെയ്യുന്നത് ദേവരാജ മാസ്റ്ററുടെയാണ് 93-ൽ, അത് തരങ്ങണിയിൽ വെച്ചിട്ട്. Sure. പിന്നെ എം ജയചന്ദ്രനായിരുന്നു അത് അസിസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ 95-ൽ തന്നെ ആദ്യത്തെ കൺമണി സിനിമയിൽ ഞങ്ങൾ ഡ്യുവറ്റ് പാടി. അമ്മാനത്തമ്പഴങ്ങ ചെമ്മാന ചെമ്പരത്തി ഉണ്ണിക്കൊരു 100 കൂട്ടം മേളം, ആ പാട്ട്. പിന്നെ കർമ്മ, പിന്നെ ഒരുപാട് ആൽബംസ്, ഇപ്പം ജയേട്ടനും ഞാനും കൂടി ഉള്ള ആൽബംസൊക്കെ ഒത്തിരി. അപ്പം അങ്ങനെ ഒരു വലിയ വലിയ ഓർമ്മകളാണ്. പക്ഷെ നമ്മൾ ഈ സിംഗേഴ്സ് കൂടുതൽ അടുത്ത് പെരുമാറുന്നത് ഈ ഷോസിന് പോകുമ്പോഴാണ്, നേരത്തെ പറഞ്ഞ പോലെ. അതെ അതെ. അപ്പം ഈ പ്രോഗ്രാംസിന് പോകുമ്പോഴാണ് ഒരുപാട് നേരം അടുത്തിരിക്കാനും അല്ലെങ്കിൽ എന്താണ് ഈ വ്യക്തികൾ എന്നുള്ളത് ശരിക്കും ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നതും അപ്പോഴാണ്. അപ്പം പൊതുവെ ജയേട്ടനെ കുറിച്ച് നമുക്കൊരു പിക്ചർ, വളരെ ദേഷ്യക്കാരൻ, എന്തു പറഞ്ഞാലും തർക്കുത്തരം, പക്ഷെ അതിലൊക്കെ വിട്ടിട്ട് ഒരു ഭയങ്കര സോഫ്റ്റ് ആണ് ശരിക്കും. പിള്ളേരുടെ മനസ്സാണ് ശരിക്കും. അല്ല, അത് പക്ഷെ നമ്മൾ അങ്ങ് അടുത്ത് ചെന്നാലേ കാണുള്ളൂ. അല്ലെങ്കിൽ ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ തന്നെ ഒരു ദിവസം ഒരു ഇന്റർവ്യൂ എടുത്തോ പറഞ്ഞ, ഞാൻ വലിയ ദേശീയക്കാരനാ, ആൾക്കാരോടൊക്കെ ആവശ്യമില്ലാത്തൊക്കെ പറയും, അതൊന്നും ചെയ്യാൻ പാടില്ല, എനിക്കറിയാം, പക്ഷെ ചെയ്യും. ഇനി നമ്മൾ എന്തെങ്കിലും പറയണ്ട, എല്ലാം പറഞ്ഞു, ദേശീയക്കാരനാണ്, ചെയ്യാൻ പാടില്ല, പക്ഷെ ചെയ്യും. ഇത്രയും പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അദ്ദേഹവുമായിട്ടുള്ള അനുഭവങ്ങൾ പറയുമ്പം പാട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ സുശീലാമയോ റഫി സാബിനെയോ ഒക്കെ തന്നെ പറ്റി തന്നെ പറയണം. പുള്ളി പാടിയ പാട്ടുകളെ പറ്റി നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പം അതിലൊന്നും അത് ഈ റെക്കോർഡിങ്ങിന് വരുന്ന ചില ആളുകൾ ചേട്ടനെ കൊണ്ട് പാട്ട് പാടിക്കാൻ ചേട്ടനെ അപ്രോച്ച് ചെയ്യേണ്ട എങ്ങനെയാന്ന് ചോദിക്കും നമ്മളോട്. അപ്പൊ ഞാൻ പറയും, ഒരു കാര്യം ചോദിച്ചു, മുഹമ്മദ് റാഫിയെ കുറിച്ച് സംസാരിക്കൂ, സുശീലാമയുടെ പാട്ടുകളെ കുറിച്ച് സംസാരിക്കുക, MSV സാറിനെ കുറിച്ച് സംസാരിക്കുക, പാട്ടുകളെ കുറിച്ച് പറയുക. ഒരു കൊച്ചുകുട്ടിയെ പോലെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു. നേരെ പറഞ്ഞു ശരിയാ. കാരണം ജയേട്ടന്റെ പാട്ടുകളെ കുറിച്ച് നമ്മൾ അതിനെപ്പറ്റി, അല്ലെങ്കിൽ വേറെ വിഷയങ്ങളിൽ നിന്ന് തമാശ പറയണം. അതെ, പാട്ടുകളുടെ ഒരു ജോണർ എടുത്തു കഴിഞ്ഞാൽ എല്ലാതരം പാട്ടുകളും ഉണ്ട്, എല്ലാത്തരം പാട്ടുകളും അതിനകത്തുണ്ട്. അതിലൊരു പോയിന്റിൽ ടക്കേന്നും പറഞ്ഞ് തമിഴിലേക്ക് ചെന്ന് കയറിയിട്ട് അവിടെ ഇളക്കി മറിച്ച് രാസാത്തി ഉന്നെ പോലെയുള്ള പാട്ടുകൾ പാടി ഇളക്കി മറിച്ച് പോന്നിട്ടുണ്ട്. ഭക്തിഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും പുഷ്പാഞ്ജലി എന്ന് പറയുന്ന പാട്ട്, അതിനകത്തെ വിഘ്നേശ്വര, വിഘ്നേശ്വര, വടക്കുന്നാഥന് സുപ്രഭാതം പാട്, കൂടുംപണികളെ കണ്ണാലൊടിക്കും, തുയിലുണരുക, കരിവാസ, അത്രയും പാട്ടുകൾ, എല്ലാ പാട്ടുകളും ഹിറ്റാണെന്നുള്ളതാണ്. ഇന്നും ഈ ഭക്തിഗാനമേള സ്റ്റേജുകളിൽ എല്ലാവരും പാടും. ഭക്തിഗാന കാസറ്റിൽ റെക്കോർഡ് കച്ചവടം നടന്നിട്ടുള്ള കാസറ്റുകളിൽ ഒന്നാണ് ഭക്തിഗാനങ്ങൾ അത്രയും പാടിയിട്ടുള്ളത്. പിന്നെ ലളിതഗാനങ്ങള് സ്മൃതിതൻ ചിറകിലേറി, ഒന്നിനി ശ്രുതി താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളി ചലച്ചിത്ര ആസ്വാദകരെ ഗാനാസ്വാദകർക്ക് ഏറ്റവും ആദ്യം പറയുന്ന 2 പാട്ടുകൾ, ഒന്ന് മഞ്ഞലയിൽ മുങ്ങി തോർത്തി, പിന്നെ ഒന്നിനി ശ്രുതി താഴ്ത്തി. അതിന്റെ രചന, സംഗീതം, ആലാപനം 3ഉം ഒരേ ഹൈറ്റാണ്. രചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ONV സാറിന്റെ ഗംഭീര രചന, ദേവരാജ മാസ്റ്ററുടെ രാജകീയമായ സംഗീതം, ജയേട്ടന്റെ ആലാപനം. ആരെയും പാടി ഉറക്കാം, കുഞ്ഞിനെ പാടി ഉറക്കാം, കാമുകിയെ പാടി ഉറങ്ങാം, എന്താ പറയുക, ഭാര്യയെ പാടി ഉറക്കാം, വയസ്സായി കിടക്കുന്ന ഒന്നിനും എണീക്കാൻ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളെയും പാടി ഉറക്കാനും ഉണർത്താനും കഴിയുന്ന പാട്ടാണ് ഒന്നിനി ശ്രുതി താഴ്ത്തി. അത് ഞാൻ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്ക് രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വിളിക്കേണ്ടത് വളരെ അത്യാവശ്യ ഒരു ഘട്ടത്തിലേക്കായിരിക്കുകയാണ്. ജേട്ടന്റെ ദീപ്തമായ ഓർമ്മകളിലൂടെ യാത്ര ചെയ്യുന്ന ഓർമ്മയിലെന്നും P ജയചന്ദ്രൻ എന്നീ ലഘത്തിലേക്ക് ഞാൻ 2 പേരെ ഒന്നിച്ച് ക്ഷണിക്കുകയാണ്. നമുക്ക് അവരെത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളത് നമ്മുടെ എപ്പിസോഡിന്റെ ആവശ്യമായതുകൊണ്ട് 2 പേരും ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള, ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഗായകരാണ്. ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളവരാണ്. 2 പേരും ചലച്ചിത്ര പിന്നണി ഗായകരാണ്. 2 പേരും ജയേട്ടനോടൊപ്പം ഒരുപാട് വേദികൾ പങ്കിട്ടുള്ള ആളാണ്. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരു ഗായിക, ഒരു ഗായകൻ സുദീപ് കുമാർ, ഗായിക രാജലക്ഷ്മി.
സുധീപേട്ട നമസ്കാരം. നമസ്കാരം. രാജലക്ഷ്മി, നമസ്കാരം. ഞങ്ങളിങ്ങനെ ജേട്ടന്റെ ഓർമ്മകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും, രാജലക്ഷ്മിക്കും സുധീപേട്ടനും, ഒരുപാട് വേദികളിലുള്ള പരിചയങ്ങളും ഓർമ്മകളും ഉണ്ട്. ഞാൻ ആദ്യം അതിലേക്ക് കിടക്കണോ? ഞങ്ങൾ ഇത്രയും നേരം പാട്ടാ വേണ്ടത്. പാട്ട് പാടിയിട്ട് അതിലോട്ട് പിന്നെ? പോവാം. അതായിരിക്കും അത്. ഡ്യുവറ്റ് ആയിക്കോട്ടെ. ഓക്കെ. മല്ലികാ ബാണൻ തന്റെ ആ. വില്ലെടുത്തു. അതെ. ഭാസ്കരൻ മാസ്റ്റർ, ദേവരായ മാസ്റ്റർ, അപ്പൊ റെഡി ആയി. ജയേട്ടൻ, മാധുരി, മാധുരിയമ്മ. ജേട്ടൻ. ജയേട്ടൻ. ആ, മല്ലികാ ബാണൻ തന്റെ വില്ലെടുത്തു. മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. മാറിലോ എന്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന, മദകരമാമൊരു വേദന. മല്ലികാ ബാണൻ തന്റെ വില്ലെടുത്തു. മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. മാറിലോ എന്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന, മദകരമാമൊരു വേദന. മല്ലികാ ബാണൻ തന്റെ വില്ലെടുത്തു. ഈ പാട്ടിനകത്ത് നമ്മൾ ഈ പാട്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിലും ശരിക്കും അതിന്റെ അവസാനത്തെ വാക്കാണ് നമ്മളിപ്പോ ഇതൊക്കെ പറയുമ്പോഴും വരുന്നത്. നമ്മുടെ ഉള്ളിലൊരു വേദനയാണ് ജയേട്ടനെ കുറിച്ച്. സംശയമില്ല. ഇപ്പോൾ ദേവരാജൻ മാസ്റ്റർ തന്നെ ഈ പാട്ടിനെ കുറിച്ച് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മധുരതരമായിട്ടുള്ളൊരു വേദനയാണ്, പ്രണയത്തിന്റെ വേദനയാണ് അത്. ജേട്ടനെ കുറിച്ച് ഓർമ്മിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതുപോലെ മധുരമുള്ളൊരു വേദനയാണ്. അദ്ദേഹം വിട്ടുപോയെങ്കിലും ആ പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ആ മധുരം ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള ഒരു അത് മാത്രമല്ല, ജയേട്ടന്റെ ഡ്യുവറ്റുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ പാടിയപ്പോഴ് ജേട്ടന്റെ കൂടെ പാടിയിട്ട് വേദിയില് എല്ലാ വേദിയിലും പാടാറുള്ള പാട്ടാണ് മല്ലികാ ബാണൻ. ആ. മാത്രല്ല ഒരുപാട് ഡുവറ്റ് സോങ്സ് ജയരാട്ടൻ പറഞ്ഞ മാതിരി അതൊരു വല്ലാത്തൊരു ശരദിന്ദു, ശരദിന്ദു മലർ. സീതാദേവി, തൊട്ടേനെ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ. അത് റെക്കോർഡ് പാടുന്ന ആളാ. അതായത് ഇത്രയും പാട്ടുകൾ അല്ലെങ്കിൽ ഇത്രയും പ്രൊഫൈലുള്ള ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് സ്റ്റേജ് പാടുമ്പോൾ ഈ കറക്റ്റ് നോട്ട് ഫോളോ ചെയ്യണം എന്നുള്ള നിർബന്ധമല്ലേ, വിട്ടുപോകാം, തെറ്റില്ല അതിനകത്ത്. പക്ഷെ ജേട്ടൻ ഏത് സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ പാടാൻ പറഞ്ഞാലും അതാണ് റെക്കോർഡ് തൃശ്ശൂര് ജയേട്ടന്റെ പരിപാടി പറയുന്നത് പറയാ CD പ്ലേ ചെയ്തു എന്നാ പറയാ. CD-യുടെ കാലം ഉണ്ടായിരുന്നില്ലേ, ആ CD വെച്ചു. അല്ല, 55 വർഷത്തിന് ശേഷവും ആ പാട്ട് പാടി 50 വർഷമായിട്ട് പാടിക്കഴിഞ്ഞിട്ടും മഞ്ഞലയിൽ മുങ്ങി തോർത്തി വീണ്ടും വന്ന് പാടുമ്പോൾ നമുക്ക് അന്ന് പാടിയതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ സൗന്ദര്യം കൂടിയതല്ലാതെ ഒരു ഇംപ്രവൈസേഷനും അദ്ദേഹം ട്രൈ ചെയ്യില്ല. എന്താണോ കമ്പോസർ ഉദ്ദേശിച്ചത് അതിന് മ്യൂസിക് ഡയറക്ടർക്ക് കൊടുക്കുന്ന ബഹുമാനം, ലിറിക്കിന് കൊടുക്കുന്ന ബഹുമാനം. ചില പാട്ടുകൾ നമ്മൾ ഈ ഭാവഗായകൻ എന്നൊക്കെ പറയുന്നതിൽ ചില പാട്ടുകൾ നമുക്ക് ഇത് ഫീൽ ചെയ്യും. ഇപ്പം ശിശിരകാല മേഘം ഇതിന് രതിപരാഗമോ, അതെ. ഈ പാട്ടും അല്ലെങ്കിൽ അറിയാതെ ഡ്യുവറ്റ് എന്ന് പറഞ്ഞോണ്ടാ അല്ല, ഡ്യുവറ്റുകൾ ഗംഭീര. ഡ്യുവറ്റിംഗ് അറ്റം വരെയും അതെ. ഡ്യുവറ്റുകളുണ്ട്. അത് എല്ലാ കൊട്ടാരം വിൽക്കാനുണ്ട്, അതൊന്ന് പാടണം. എല്ലാ പാട്ടുകാരുടെ കൂടെയും ഏത് പാട്ടാ ജയരട്ടൻ പറഞ്ഞു? നീല കണ്ണുകളോ പഠിക്കും. നമ്മള് ജയേട്ടന്റെ ആരാധകരായതുകൊണ്ട് ആ, അദ്ദേഹം ക്ഷമിക്കും, നിങ്ങൾ ക്ഷമിച്ചാ മതി. ആ. നീല കണ്ണുകളോ ദിനാന്ത മധുര സ്വപ്നങ്ങൾ തൻ ചന്ദനച്ചോലയ്ക്കുള്ളിൽ വിടർന്ന് പാതിയടയും നൈവേദ്യ പുഷ്പങ്ങളോ കാലം കൊത്തിയെടുത്ത ഹംസദമയന്തി ചിത്രം ഇന്നും നളനാലങ്കാരിക ഭംഗിയോടെ എഴുതും സന്ദേശകാവ്യങ്ങളോ സന്ദേശകാവ്യങ്ങളോ തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ ഞാൻ. ഈ ചിത്രത്തൂണിലെ പ്രതിമ പോലെ മാറി ഒട്ടിപ്പിടിച്ചേനെ ഞാൻ. തൊട്ടേനെ ഞാൻ.
ആ 351 സിനിമകൾക്ക് പാട്ടുകൾ ചെയ്ത ദേവരാജൻ മാസ്റ്റർക്ക് അദ്ദേഹം കമ്പോസ് ചെയ്ത പാട്ടുകളിൽ, ആയിരക്കണക്കിന് പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഗാനമായിട്ട് അദ്ദേഹം പറയാറുള്ള തിരഞ്ഞെടുത്ത പാട്ടാണിത്. ഇത് അതെ. അല്ല ജേട്ടൻ 1200 ചില്ലറ പാട്ടുണ്ട്. ഉണ്ട്. അതെ. അത്രയും പാട്ടുകളാണ് പാടുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ടേ, ഈ അങ്ങനെ ഓടി നടന്ന് പാടുക എന്നുള്ള പ്രശ്നം ജേട്ടനും ഇല്ല. ഞാൻ കേട്ടിട്ടുള്ളത് AR റഹ്മാന്റെ സ്റ്റുഡിയോ ഒരിക്കൽ വിളിച്ചപ്പം ഈ ജേട്ടൻ പറഞ്ഞത് വെള്ളം ചൂടാക്കി വെച്ചേക്കോ കുളിക്കാൻ, ഈ ഫോണിലേക്ക് വന്ന ചൂടാക്കിയത് പിന്നെയും ചൂടാക്കേണ്ടി വരും, തണുത്ത് പോകാണ്ട് കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ള സിംഗറാണ് ചേട്ടൻ. ഓർഗാനിക് മനുഷ്യനും കൂടിയാണ്. അതെ. നമ്മളിപ്പോ ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോ ഒന്നിങ്ങനെ കേട്ടിരിക്കും, ചേട്ടൻ വന്നാൽ ചേട്ടൻ ഇങ്ങനെ ഒറ്റരിപ്പ് അതിന് പോലും തയ്യാറെടുപ്പില്ല, പാടാനും യാതൊരു ഇതില്ല, ആരെയും പ്രീതിപ്പെടുത്തി ഇപ്പൊ സാധകം ചെയ്യാതെ ഒരു പാട്ടുകാരൻ ഒരു പാട്ടുകൾ നമ്മൾ പാടി എത്ര തവണ നോക്കിയാലാ ചിലപ്പോൾ ഒരു നന്നായിട്ട് ഒരിക്കൽ വേദി പാടാൻ പറ്റുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രാക്ടീസ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് റിഹേഴ്സലിന് കൃത്യമായിട്ട് വന്ന് പാട്ടിലൊക്കെ പാടി നോക്കുന്നല്ലാതെ അദ്ദേഹം വീട്ടിൽ ഇരുന്ന് ഈ പാട്ടുകളൊക്കെ പാടി കേൾവിയായിരുന്നു അദ്ദേഹത്തിന്റെ ബലം. അല്ല, കേൾവി കേട്ട് പിന്നെ പാടാനുള്ള ശബ്ദമുണ്ട്, സ്വന്തമായിട്ട് ആ വികാരം ഉൾക്കൊണ്ട് പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിക്കുള്ള പ്രിപ്പറേഷൻ ആവശ്യമില്ല. മിനിമം പ്രിപ്പറേഷനിൽ ഇത്രയും നന്നായി പാടിയ ഒരു പാട്ടുകാരൻ ഇന്ത്യയിലല്ല, ലോകത്തെങ്ങും. അല്ല, ദാസേട്ടനുമായിട്ട് വലിയ സൗഹൃദമാണല്ലോ. ദാസേട്ടനായിട്ട് അത് വലിയ ദീർഘകാലത്തെ സൗഹൃദമാണ്. 2 എക്സ്ട്രീമാ. അതെ അതെ അതെ. ഒരിടത്ത് ഇതെല്ലാം വളരെ കാര്യമായിട്ട് നോക്കി കിടക്കുന്നുണ്ട്. ഇത് തീർത്തും യേശുദാസ് സാറ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് പറ്റാത്ത ഒരു ആഹാരവും കഴിക്കില്ല, വെള്ളം പോലും കുടിക്കുന്ന വളരെ അതുപോലെ സൂക്ഷിച്ചാണല്ലോ. ജേട്ടൻ ചോദിച്ചു എന്ന് പറഞ്ഞത് എനിക്കറിയില്ല ചേട്ടാ, ആരോ എന്റെ അടുത്ത് പറഞ്ഞാണ് ഈ പാട്ട് പാടുന്ന വെച്ചിട്ട് തൈര് കൂട്ടാതെ എങ്ങനെയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ചിട്ടവട്ടങ്ങളൊന്നും ഇല്ല. പക്ഷെ അല്ല, എനിക്ക് തൈര് ഒഴിച്ചു നിർത്തിയിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അവർ ദോശ, കുറച്ച് മെയിൻ സംഭവങ്ങൾ ഈ പാടാം ആരോമൽ ചേകവർ ആ പാട്ട് ഇവരൊന്നിച്ച് പാടുന്നത്. ഇവിടമാണ് ഈശ്വര സന്നിധാനം എന്ന് പറയുന്ന പാട്ട് ഇവരൊന്നിച്ച് പാടുന്നത്. സമയരഥങ്ങൾ ഒരു 10-34 പാട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഉള്ള പാട്ട് തന്നെ ഒരു 10-34 പാട്ട്. അത് പിന്നീട് ഒരിക്കലും അതിന്റെ ഓഡിയോ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, റെക്കോർഡ് ചെയ്തപ്പോ ബിജു ചേട്ടനും ഞാനും കൂടി പാടാം പാടിയിട്ടുണ്ട്. യേശുദാസ് ചേട്ടന്റെ പോർഷൻ ഞാൻ പാടിയത് ഒരു കാസറ്റ് അന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഇറങ്ങുന്നില്ലല്ലോ പാട്ടുകൾ, റീമിക്സിനൊക്കെ റൈറ്റ്സ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അല്ല, ഇത് ചില കാര്യങ്ങളില് ഞാന് ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യുന്നൊരിക്കൽ ജേട്ടൻ വന്നിരുന്നു. അപ്പൊ ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് എപ്പിസോഡിന് നല്ല അഭിപ്രായം കിട്ടി. ഇത് എപ്പിസോഡ് നന്നായതിന്റെ അഹങ്കാരം എനിക്കുമുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വിദേശത്തൊരു പരിപാടിക്ക് സ്റ്റേജിന്റെ ബാക്കിലിരിക്കുമ്പോൾ ഞാൻ ചെന്നിട്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമ്മുടെ എപ്പിസോഡ് വളരെ നന്നായിരുന്നു, നോക്കി അതല്ല ശരിക്കും വേണ്ട റിയാക്ഷൻ, നന്നായതല്ലേ? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, അത് വളരെ നന്നായിരുന്നു, ഒരുപാട് പേര് നല്ലതാണെന്ന് പറഞ്ഞു. ഒരുപാട് പേരല്ല, എല്ലാരും പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടപ്പോ തൊട്ട് ആൾക്കാര് ബഡായി ബംഗ്ലാവിൽ വന്ന മാമനല്ലേ ഞാൻ തന്റെ കൂടെ ബഡായി ബംഗ്ലാവിൽ വന്ന മാമനാ, 50 വർഷമായി പാടുന്നു, 50 വർഷമായിട്ട് പാടണം, ഞാനിപ്പോ ബഡായി ബംഗ്ലാവിൽ വന്ന മാമന അത്ര. ഇവർക്കല്ല, ആൾക്കാർ ലാസ്റ്റ് കണ്ട കാര്യമല്ലേ പറയുള്ളൂ. ആരെങ്കിലും ഇപ്പൊ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി നന്നായി എന്ന് പറയണ്ടല്ലോ. ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് കണ്ടൊരു കാര്യം എന്നുള്ള നിലയിൽ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഇത് പറയുകയാണ്, ബഡായി ബംഗ്ലാവ് കണ്ടു, ബഡായി ബംഗ്ലാവ്. ഇതിന് ദേഷ്യമായി, 50 വർഷമായിട്ട് പാടണം, എവിടെ കണ്ടാലും ബഡായി ബംഗ്ലാവ്. അപ്പൊ ഞാനും ചേട്ടന്റെ അടുത്ത് ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞ് ചേട്ടൻ അതുകൊണ്ടല്ല, അത് കണ്ട പരിപാടി കണ്ടു എന്ന് അറിയിക്കുന്നതാണ്, അല്ലാതെ അതിൽ വന്ന ആളെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞ മനസ്സിലാക്കി. അതൊന്ന് സെറ്റിലായപ്പോ എവിടുന്നാന്നറിയാൻ മേലെ ഒരാൾ വന്നിട്ട്, ആഹാ 2 പേരും ഒന്നിച്ചിരിക്കുവാണല്ലോ, കഴിഞ്ഞ ആഴ്ചയും കൂടെ ബഡായി ബംഗ്ലാവ് കണ്ടാവുള്ളൂ. ഇയാളുടെ കാര്യം ഞാൻ പറഞ്ഞു, ഇതുപോലത്തെ കാര്യം പറഞ്ഞെന്നും പറഞ്ഞിട്ട്. ഇപ്പൊ ഈ ട്രോളുകളുടെ കാലഘട്ടമാണല്ലോ, ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് നമ്മൾ ഈ പാട്ടുകാർ അല്ലെങ്കിൽ കലാകാരുടെ ഇടയിൽ ആദ്യം തുടങ്ങി വെച്ചത് ജയേട്ടനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പണ്ട് ഒരുപാട് പേരുടെ, ഞാനൊക്കെ ഇതില് എന്താ പറയാ പെട്ടുപോയ ഒരാളാണ്. ഈ ഞാന് ആദ്യം ഇലക്ട്രോണിക്സിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. ഈ മൊബൈൽ ഫോൺ വന്നപ്പോൾ തന്നെ ഒരെണ്ണം മേടിച്ചു വെച്ചു 96 കാലഘട്ടങ്ങളിൽ. പിന്നെ പുതിയ മോഡൽസ് അന്ന് ഇപ്പം ഇല്ല, അന്ന് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം സ്റ്റുഡിയോയിലൊക്കെ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അടുത്തൊന്ന് ഇരിക്കുക, ഒരു അത്ഭുത ജീവിയെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ജയേട്ടൻ്റെ അടുത്ത് ചിറ്റൂർ ഗോപിച്ചേട്ടൻ ഭയങ്കര ബന്ധമാണ്, ലിറിക്സിസ്റ്റ് ഗോപിച്ചേട്ടൻ. അപ്പോൾ ഗോപിച്ചേട്ടൻ പറഞ്ഞു, ഗോപിച്ചേട്ടൻ അവരുടെ ബന്ധം വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പിരിയേറ്റിരിക്കുന്ന രീതിയിൽ സംസാരിക്കും. അപ്പോൾ അറിഞ്ഞില്ലേ ചേട്ടാ, ബിജു മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു
അവനിപ്പോ സ്റ്റുഡിയോയിൽ തോക്കും കൊണ്ടാ വരണേന്ന് ഞാൻ അറിഞ്ഞു. വലിയ മൊബൈൽ തോക്കും കൊണ്ടാ വരണേ. അപ്പൊ നമുക്കെന്താ പറയാ, നമ്മൾക്ക് ജയനോട് ദേഷ്യം തോന്നില്ല. അങ്ങനെയൊക്കെ നമ്മുടെ പേര് പറഞ്ഞല്ലോ, നമുക്ക് അവിടെ ഹാപ്പിയാണ്. എന്നെ ഇതുപോലെ ഒന്ന് കളിയാക്കിയിട്ടുണ്ട് ചേട്ടൻ, കുറെ കളിയാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നെനിക്ക് ഭയങ്കരമായിട്ട് ശരി വന്നു. ചെന്നൈയിലെ ഒരു പരിപാടിക്ക് ഞാനൊരു പിങ്ക് കളർ, ഒരു റോസ് കളർ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ചേട്ടൻ ഇങ്ങനെ കിട്ട ഇതെന്താ കാവടിക്ക് പോവാ. ഈ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ ആൽബം ഒരുപക്ഷെ മലയാള ഭക്തിഗാന ചരിത്രം എടുക്കുമ്പോൾ ഏറ്റവും പോപ്പുലറായ, ഏറ്റവും സൂപ്പർ ഹിറ്റായ പാട്ടുകൾ, പോപ്പുലർ എന്ന് മാത്രമല്ല അതിൻ്റെ പാട്ടുകളുടെ നിലവാരം നോക്കുമ്പോഴും എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് ബെറ്റർ. ആ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിനെ കുറിച്ച് ജേട്ടൻ പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ജേട്ടൻ പറഞ്ഞ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കേശവ നമ്പൂതിരി അദ്ദേഹമായിട്ട് ചെന്നൈയിൽ പോയി. അന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്തോ മ്യൂസീഷ്യൻസ് യൂണിയൻ്റെ സമരമോ അങ്ങനെ എന്തോ ഒരു പ്രശ്നത്തിൽ ഒരു പ്രതീക്ഷിച്ച ദിവസം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. പിറ്റേ ദിവസം റെക്കോർഡ് ചെയ്ത് നോക്കുമ്പോൾ പ്രതീക്ഷിച്ച പോലെ നല്ല മ്യൂസീഷ്യൻസിനെയും ഫസ്റ്റ് ലെയർ മ്യൂസീഷ്യൻസിനെ കിട്ടുന്നില്ല. അങ്ങനെ ആരെയൊക്കെ കുറച്ച് പേരെ സംഘടിപ്പിച്ചിട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോഴേക്കും ഈ കേശവ നമ്പൂരി സാറിന് വലിയ ടെൻഷനായി. കാര്യം അദ്ദേഹം അതിനു മുമ്പ് ചെന്നൈയിൽ പോയി റെക്കോർഡ് ചെയ്തിട്ടില്ല. ആകാശവാണിയിലായിരുന്നല്ലോ അദ്ദേഹത്തിന് ജോലി. അപ്പോൾ ഇങ്ങനെ ടെൻഷനിലിരിക്കുമ്പോഴും ജയേട്ടനാണ് കോൺഫിഡൻസ് കൊടുക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. അങ്ങനെ ഇത് 5-6 മണിക്കൂർ കൊണ്ടാണ് ഈ 10 പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ കേൾക്കുന്നത് പല പാട്ടുകളും അദ്ദേഹം ഒരു ടേക്കേ പാടിയിട്ടുള്ളൂ വിത്ത് ഓർക്കസ്ട്ര. അന്ന് മൾട്ടി ട്രാക്ക് പരിപാടികളൊന്നുമല്ല, വിത്ത് ഓർക്കസ്ട്ര സിംഗിൾ ടേക്ക് പാടിയ 10 പാട്ടുകളാണ്. അതിലെ ഭൂരിഭാഗം പാട്ടുകൾ ഒരു ടേക്കേ പാടിയിട്ടുള്ളൂ. അങ്ങനെ പാടിയതാണ് നമ്മളിപ്പോൾ കേട്ട് വിസ്മയിച്ച് അതിൻ്റെ ഒരു 40% പാടാൻ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പാട്ടുകളാണ്. നമ്മൾ ഇനി ജേട്ടന്റെ ഓർമ്മകളുമായി എത്തുന്നത്, ജേട്ടൻ ഒരുപാട് മികച്ച പാട്ടുകൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ്. പ്രേമിക്കുമ്പോൾ നീയും ഞാനും, കഥയെ മമ, കാട്ടാറിന് തോരാത്തൊരു പാട്ടുണ്ടോ തുടങ്ങി ഒരുപാട് മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ ബിജിപാൽ. ജയേട്ടനെ കുറിച്ച്, ജയേട്ടനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഊഷ്മളമായ ഓർമ്മകൾ എനിക്കുണ്ട്. ഒരിക്കൽ ഞാനിവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കോള് വരികയാണ് അദ്ദേഹത്തിൻ്റെ. ബിജി തിരക്കാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ, തിരക്ക് ഇല്ലെങ്കിൽ പെട്ടെന്നൊന്ന് BTH വരൂ എന്ന് പറഞ്ഞു. BTH അദ്ദേഹം ഉണ്ടായിരുന്നു. BTH ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ചെറുതായിട്ട് വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്നത്തെ പത്രം എടുത്തു കാണിച്ചു. ശ്രീകാന്ത് കോട്ടയ്ക്കൽ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം എഴുതിയൊരു ലേഖനം അന്നപൂർണ ദേവി എന്ന് പറയുന്ന മ്യൂസീഷ്യനെ കുറിച്ചുള്ളൊരു ലേഖനമാണ്. അത് വായിച്ചിട്ട് അദ്ദേഹം ഇമോഷണലായിട്ട് കരയുകയാണ്. അപ്പോൾ വിജയ് ഇത് കണ്ടോ, ഒരു ഒരു സംഗീതജ്ഞയുടെ ജീവിതം, ഇതൊക്കെ ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ തേങ്ങുന്ന ഒരു ചേട്ടനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന, അതായത് സംഗീതജ്ഞരോടും പ്യുവർ സംഗീതത്തിനോടുമുള്ള അദ്ദേഹത്തിൻ്റെ അളവറ്റ ആരാധന പണ്ട് തൊട്ടേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അദ്ദേഹം പാട്ടിനെ പ്രേമിക്കുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്കധികം ഉള്ളിലെടുത്താണ് അദ്ദേഹം പല പാട്ടുകളും കേൾക്കുകയും പഠിക്കുകയോ ചെയ്യുന്നത്. കാണാപ്പാടം പഠിക്കും. അപ്പോൾ അത് പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞ് ബിജി വർക്കില്ലല്ലോ, പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ സ്റ്റുഡിയോയിലേക്ക് പറഞ്ഞ് വിടുകയാണ്. ഒരു 10-15 മിനിറ്റ് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. എൻ്റെ പാട്ടിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആലാപനത്തെക്കുറിച്ച് ഒരു പക്ഷേ അതിൻ്റെ ഇൻട്രിക്കസിയെക്കുറിച്ച്, ന്യൂആൻസസിനെ കുറിച്ച് ഒരുപാട് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ജയേട്ടൻ്റെ ഒരു എക്സ് ഫാക്ടർ, എന്താണ് മറ്റു പാട്ടുകാർക്ക് അനുകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള എന്തോ ഒരു മാജിക് അദ്ദേഹത്തിൻ്റെ വോയിസിൽ, അദ്ദേഹത്തിൻ്റെ ആലാപനത്തിലുണ്ട്. അതെന്താണെന്ന് ഇപ്പോഴും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബിജി ചേട്ടൻ ഇത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ബിജി ചേട്ടൻ്റെ ഒരു പാട്ടിൻ്റെ 2 വരി കേട്ടാൽ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും. രാജീവ് ഇവിടെ ഇരിക്കുകയല്ലേ? അതെ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, അലയുകയല്ലോ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാ നിരവറിയാതൊഴുകുകയല്ലോ.
അലയുകയല്ലോ. ഓ ഒരു ബിജിയുടെയാണ് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ പാട്ട് പൂരങ്ങടെ പൂരം. പൂരങ്ങളുടെ പൂരം, എന്റെ ജനലരികിൽ ഇന്ന്, എന്റെ അങ്ങനെ ജനലരികിൽ, എന്റെ എത്രയോ പാട്ടുകൾ ഉണ്ട്. ഞാനൊരു മലയാളി. ഞാനൊരു ഒരു മലയാളി. ഈ അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ലളിതഗാനങ്ങളുടെ ഒരു സെറ്റ് എടുത്താല് ഒരു സമയത്ത് ഇപ്പൊ അങ്ങനെ ലളിതഗാനങ്ങളിലൊക്കെ ആൽബം എന്നുള്ളൊരു സെറ്റിലോട്ടായിട്ട് മാറിപ്പോയിട്ടുണ്ട്. ലളിതഗാനങ്ങൾ തന്നെ നമ്മൾ ഇപ്പം ഒന്നിന് ശ്രുതി താഴ്ത്തി നമ്മൾ പറഞ്ഞു, അതിന്റെ ഒന്നിനി ശ്രുതിതാഴ്ത്തിയുടെ കൂടെ തന്നെ വേറൊരു പാട്ട് കൂടെ ഉണ്ട് വളരെ പോപ്പുലർ. നീലക്കായലിൽ ഓളപ്പാത്തിയിൽ നൃത്തം വയ്ക്കുന്നതേതു വെള്ളം. ഓ കാണാനെത്തുമിൻ മാരനേറിയ പൂനിലാവണി പൊൻതോണി. ഓ നീലക്കായലിൽ. ഇത് ദൂരദർശന് വേണ്ടി ചെയ്ത പാട്ടാണ്. ദേവരാജ മാഷ്, ഭാസ്കരൻ മാസ്റ്റർ, മാധുരിയമ്മ മാധുരിയമ്മ ഒക്കെ കൂടെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. അതുപോലെ ഈ ദൂരദർശൻ തമിഴ് ചാനലിന് വേണ്ടിയിട്ട് ജയേട്ടൻ പാടിയ ഒരു പാട്ടുണ്ട്. പൊതികൈത്തോ മറ്റാണോ അതിന്റെ പേര്? എനിക്കൊരു സംശയമുണ്ട്. അല്ല, പൊതികയാവുന്നതിന് മുമ്പാണോ ഡൗട്ട്. തമിഴ് ദൂരദർശൻ, അതായത് ജയേട്ടനോട് നമ്മൾ വർത്താനം പറഞ്ഞാല് നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞ് ടിവിയെ പറ്റി പറഞ്ഞ പൊതുകൈ പറഞ്ഞിട്ട് ഞാനുണ്ട് ആ പാട്ട് വരും, നല്ല പാട്ട് വരും. അത് പഴയ തമിഴ് പാട്ടുകൾ വരുന്നതാണ്. അതിന്റെ ഒരു പ്രചാരകനായിരുന്നു തീർച്ചയായിട്ടും. രാത്രി 12 മണിക്കൊക്കെ വിളിച്ചിട്ടാ പറയാ. അത് ശിവാജിനെ കണ്ടോ? ശിവാജി സാറിന്റെ ഫേസ് കണ്ടു. നിങ്ങളിതൊക്കെ കണ്ടു പഠിക്കണം. നിങ്ങളൊക്കെ ആക്ടേഴ്സ് ആണോ? സാറിനെ നോക്കൂ. ജയേട്ടൻ ഒരു കാര്യം നമ്മൾ പറയണം കേട്ടോ. പലപ്പോഴും നമുക്കേ മലയാളം പാട്ടിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് തമിഴ് പാട്ടാണോ എന്ന്. തീർച്ചയായിട്ടും. MS V സാറ്, സുശീലാമ്മ, സാറ്. അത് കേൾക്കാൻ ഇഷ്ടം, അതാണ് കൂടുതൽ കേൾക്കാൻ ഇഷ്ടം. അതായിരുന്നു അതാണ് അല്ല, കേൾക്കാൻ ഇഷ്ടം മാത്രമല്ല, ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പാടാനും പാടിത്തരുവാനും ഇങ്ങനെ കിടന്നിട്ടൊക്കെ പാടാനും ഒക്കെ സൗകര്യം കൂടുതൽ ആ പാട്ടുകൾ. ഈ പറഞ്ഞു വന്നതേ വേറെ കാര്യം, ഇപ്പൊ ബിജേട്ടൻ പറഞ്ഞപ്പോഴ ഞാൻ അദ്ദേഹം കസേരയിൽ ഇരിക്കുന്നത് വളരെ കുറവേ കണ്ടിട്ടുള്ളൂ. കസേര കിടക്കുക, ഇത് ഇങ്ങനെയല്ലേ സ്ഥിരം കസേരയിൽ കിടക്കുന്ന പോലെ വേറൊരു സംഭവമുണ്ട്. പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് പോയിട്ട് ദോശ സമയത്ത് വന്നില്ല. അപ്പൊ തന്നെ ദേഷ്യം പിടിച്ചു. അവിടെ സന്തോഷത്തിന്റെ ഒരാളെ കൊണ്ടുപോയത്, ആരാധകനാ. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്റെ പരിപാടി കഴിഞ്ഞ് റൂമിലെത്തുമ്പോഴേക്കും ദോശ വരണം. റൂമിൽ വന്നു, കാത്തിരിപ്പ് 15 മിനിറ്റ് നീണ്ടു. അപ്പൊ കട്ടിലൊന്നും മലർന്ന് കിടന്നു. 20ാമത്തെ മിനിറ്റിൽ ദോശ വന്നു. അപ്പൊ അവനുള്ള പ്രതിഷേധം എന്തായിരുന്നു അറിയോ? ദോശ അവിടെ വയ്ക്ക്, വെള്ളം കൊണ്ടുപോവാ, കിടന്നിട്ട് കൈ കഴുകി, കമഴ്ന്ന് കിടന്നിട്ട് ദോശ കഴിച്ചു. ഒരു സുഖം. കമഴ്ന്ന് കിടന്ന് ദോശ കഴിക്കുമ്പോ കാല് പൊക്കി ആസ്വദിച്ചു. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. കൈ കഴുകി പാത്രം എടുത്തുകൊണ്ടായിട്ട് സുഖായി എന്നുകൊണ്ട് മലർന്ന്. ഇതാണ്. അല്ല, ഞാൻ പറഞ്ഞത് ദൂരദർശന്റെ തമിഴ് ചാനലില് MS V മ്യൂസിക്കിൽ ജയേട്ടനും വാണിയമ്മയും കൂടെ പാടിയൊരു പാട്ട് വരും. അത് നമ്മൾ പിന്നീട് ആ പാട്ടിന്റെ ലിറിക്സ് എല്ലാവർക്കും അറിയാം. കണ്ണുക്ക് മയ്യഴക്, കവിതയ്ക്ക് പൊയ്യഴക്. അത് സിനിമയിൽ പിന്നീട് ഉണ്ണിയേട്ടൻ ഒക്കെ പിന്നെ പാടിയത് വളരെ മുമ്പുള്ള, അതിന് വളരെ മുമ്പ്. ഇത് അത് പക്ഷെ ഫുൾ ലിറിക്കുണ്ട്. ഇപ്പൊ നമ്മൾ സിനിമയിൽ കേൾക്കുന്ന കുറച്ച് എഡിറ്റഡ് ആണ് വൈരമുത്തുവിന്റെ. പക്ഷെ ഇത് ഫുൾ സോങ് ആയിട്ട് കണ്ണുക്ക് മയ്യഴക് കവിതയ്ക്ക് പൊയ്യഴക്, അത് വാണിയമ്മയാണ്. யானைக்கு கொம்பழகு അവർക്ക് നാനഴക്. ജയേട്ടന്റെ ഒരു സ്റ്റൈൽ. അത് മാത്രമല്ല, ജയേട്ടൻ പാൻസിന്റെ 2 പോക്കറ്റ് കൈയൊക്കെ ഇട്ടിട്ട് സുന്ദരനായിട്ടുള്ള ജയേട്ടൻ. എനിക്ക് തോന്നുന്നു ഒരു 45 വയസ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. വേറെ ഒരു കാര്യമുള്ളത്, ഈ അഭിനയം ഇഷ്ടമാണ്. ഓ, അസാധ്യ ആക്ടറാണ്. അല്ല, നമുക്ക് കണ്ട സിനിമകളിൽ അറിയാലോ. ഈ നക്ഷത്രങ്ങളില് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിക്കും അസാധ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് അടുത്തറിയുന്നവർക്ക് അറിയാം, അതാണ് യഥാർത്ഥത്തിലുള്ള ജയേട്ടൻ. അതെ അതെ അതെ, ശരിക്കുള്ള ജയേട്ടനാണ് ഹരിഹരൻ സാർ ആ സിനിമയിലുള്ള. ട്രിവാൻഡ്രം ലോഡ്ജിലും ഉണ്ട്. ഈ നക്ഷത്രങ്ങളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് കയറി ഇറങ്ങി പോകുമ്പോ അവിടെ അവരുടെ വീട്ടിലോട്ട് കയറുന്ന ഇടനാടിയിൽ ഒരു കൊരങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിനോട് ഇന്ററാക്ട് ചെയ്യുന്ന ചുരുക്കം ചില ക്യാരക്ടറിൽ ജയേട്ടനാ. നമ്മൾ കൊരങ്ങനെ മൈൻഡ് ചെയ്യില്ല, ഇങ്ങനെ പോക്കിന് വേണ്ടി കൊരങ്ങൻ ഇങ്ങനെ ചേട്ടൻ. അതാ ഞാൻ പറഞ്ഞത്, ഈക്വലന്റ് ഓപ്പോസിറ്റ് കൊരങ്ങനെ റിയാക്ഷൻ കൊടുത്തിട്ടേ പോവും വരും ചെയ്യുള്ളൂ ചേട്ടന്റെ കാര്യം. അതുപോലെ വിനീതിന്റെ ക്യാരക്ടറിനോട് ഇയാൾ കേൾക്കണം മറ്റേ പാട്ട്, പഴയ ഇപ്പം ചേട്ടന്റെ ഓർമ്മകളുമായി നമ്മളിപ്പോ ട്രിവാൻഡ്രം ലോഡ്ജ് പറഞ്ഞ സ്ഥിതിക്ക് എഴുത്തുകാരൻ, സംവിധായകൻ, ലിറിസിസ്റ്റ്,
പ്രിയപ്പെട്ട അനു മേനോൻ അദ്ദേഹത്തെ ഓർക്കുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ നടന്നൊരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ചേട്ടനെ കുറിച്ച് അല്ലെങ്കിൽ പാട്ടുകളെക്കാളേറെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അതാണ്. ഞങ്ങൾ അച്ഛനും മകനായിട്ടുള്ള സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു ഹോട്ടലുണ്ട് അദ്ദേഹം നടത്തുന്നത്, അവിടെ വെച്ചിട്ടുള്ള ഒരു വലിയ സീൻ, അതൊരു ഹോൾ ഡേ നീണ്ടുന്ന സീനാണ്. അപ്പം അവിടെ ആൾക്കാർ സ്വാഭാവികമായും സിനിമ ഷൂട്ടിങ്ങാണ് കൂടും, കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നു. അപ്പം പുള്ളി ഇത് പതുക്കെ പതുക്കെ ഇറിറ്റേറ്റഡായി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഓൾമോസ്റ്റ് പാക്കപ്പായി അദ്ദേഹത്തിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഇതൊരു വീട് പാതി ചായക്കട, ഇത് മാറ്റി നമ്മുടെ ആർട്ട് ഡയറക്ടർ മാറ്റിയിട്ടാണ് അതൊരു ഫുൾ ചായക്കടയാക്കിയത്. അപ്പോൾ അതിൻ്റെ ചായപ്പിലാണ് നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹം ഡ്രസ്സ് മാറാൻ പോയപ്പോൾ രാത്രിയായി, ആൾക്കാരൊക്കെ ചുറ്റും കൂടി. അപ്പോൾ ഈ ഡ്രസ്സ് മാറുന്ന ഇടം എന്ന് പറയുന്നത് അപ്പുറത്ത് ആൾക്കാർ കാണാം. ജയേട്ടനാ വളരെ സന്ദർഭോചിതമായ ഒരു ചീത്ത പറഞ്ഞു ഇവിടെ. അതോടെ അവിടെ ഇറ്റ് വാസ് റിയൽ മേഹമാണ്. കാരണം വെച്ചാൽ ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ഒരാൾ ഒരു ക്രൗഡിലേക്ക് ഇത് പറയുക എന്ന് പറയുന്നത്, ഞാനപ്പുറത്തുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കാരണം അത് ഭയങ്കര വോളറ്റൈൽ സിറ്റുവേഷനാണ്. പിന്നെ കണ്ടതെന്ന് വെച്ചാൽ അവിടെ വണ്ടി വളയുന്നു, നമ്മുടെ ഒരു സിനിമയുടെ ഒരു ടാക്സി പോലും വെളിയിൽ പോവില്ല എന്ന സിറ്റുവേഷൻ ആവുന്നു. അദ്ദേഹം മാപ്പ് പറയണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മാപ്പ് പറയിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റെ ആയി. ഞാൻ പതുക്കെ പോയി. പിന്നെ ഈ പറയുന്ന ഭയഭക്തി ബഹുമാനങ്ങളല്ലാതെ അദ്ദേഹത്തോട് വേറെ ഒന്നും അങ്ങനത്തെ ഒരു സൗഹൃദമൊന്നും ഇല്ലല്ലോ. അദ്ദേഹത്തിനോട് കുറേ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു സോറി ആണ് അവർ ആഗ്രഹിക്കുന്നത്. കുറേ നേരം എന്നെ ഇങ്ങനെ നോക്കിയിട്ടാണ്, സോറി ഞാൻ പറയില്ല, സോറി ഞാൻ പറയില്ല, അതന്നെ. അപ്പം ഏകദേശം കാര്യങ്ങൾ തീരുമാനമായി. ഇന്ന് രാത്രി ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല, അടിയും കിട്ടും ചിലപ്പോൾ എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തി. ഞാൻ ശരി, ഇനിയിപ്പോൾ അവരെ എന്തെങ്കിലും പറഞ്ഞ് റെഡിയാക്കാൻ പറ്റും. ഞാൻ എണീറ്റപ്പോൾ ചേട്ടൻ അനു വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവരെന്നോടൊരു സോറി പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പിന്നെ അവിടെ പോയി ഒരു അപ്പേസ്മെന്റ് നടത്തുന്നു. അവിടെ ഒന്നും തയ്യാറാവുന്നില്ല, കാരണം അവിടെ കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരുന്നു. അത് അദ്ദേഹം കണ്ടില്ല, അതാണ് സത്യം. സോറി പറയാതെ പോകില്ല എന്ന് പറയുന്നു. അവസാനം ജയേട്ടൻ ആ മൊത്തം കാര്യം ഡിസ്പെൽ ചെയ്തത് ഒരു പാട്ട് പാടിക്കൊണ്ടാണ്. അവിടേക്ക് ഇറങ്ങി ചെന്നിട്ട് എല്ലാവരോടും ഒന്നും മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് ഒരു 4 വരി പാടി. ഫോട്ടോച്ചിയും മ്യൂസിക്കുമായിട്ടുള്ള ബന്ധം അറിയാമല്ലോ. ആ 4 വരി പാടിയാണ് അദ്ദേഹം അവരോടുള്ള മാപ്പ് അറിയിച്ചത്. തിരിച്ചു പോരുമ്പോൾ എനിക്കൊന്ന് അതിനുശേഷം പിന്നീട് ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. തിരിച്ച് പോരുമ്പം കാറിലിങ്ങനെ ഫോട്ടോ ചെയ്ത് നമ്മൾ പതുക്കെ തോമ്പുഴയെ കഴിഞ്ഞിങ്ങനെ വരുമ്പം എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പുള്ളി പറഞ്ഞു, എടോ ഇത്തരം തമാശകളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ ജീവിതം, തനിക്കെന്ത് തോന്നുന്നു? അന്നെനിക്ക് അതത്ര വലിയ തമാശയായിട്ട് തോന്നിയില്ലെങ്കിലും ഇന്ന് ആലോചിക്കുമ്പോൾ ആ കുസൃതിയും കൂടെ നിറഞ്ഞതാണ് ചേട്ടൻ. അത്തരം സാഹസങ്ങൾ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം എന്ന് ചോദിച്ചത് ശരിക്കും ഒരു വെല്ലുവിളിച്ചമായിരുന്നു ഞങ്ങൾക്ക്. സന്ദർഭോചിതമായ ചീത്ത എന്ന വാക്കാണ് ഞാൻ ഈ അനുപനും പറഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നിയൊരു വാക്ക്. സന്ദർഭോചിതമായ ചീത്ത നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുണ്ട് പറഞ്ഞാണെന്നുള്ളത്. ഓർമ്മയിലെന്നും പി ജയചന്ദ്രൻ എന്ന ഒരു ലക്കം നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പ്രിയപ്പെട്ട ബിജു നാരായണ ചേട്ടൻ, സുദീപേട്ടൻ, രാജലക്ഷ്മി, ഇവര് 3 പേരും സംയുക്തമായി എടുത്തൊരു തീരുമാനം, ഇവർ 3 പേരുടെയും സാന്നിധ്യത്തിൻ്റെ ഒരു മൂല്യം, അതിൻ്റെ ഒരു വില ഇവര് പ്രതിനിധാനം ചെയ്യുന്ന ഇവരുടെ സമം എന്ന സംഘടന, അത് ഒരുപാട് പാട്ടുകാരുടെ ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ ആവശ്യക്കാർക്ക് കൊടുക്കത്തക്ക രീതിയിൽ ഒരു ഫണ്ടായി മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതല്ല, ഇപ്പം ജയേട്ടൻ്റെ ഓർമ്മയിൽ ഞങ്ങളൊരു പരിപാടി നടത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഞങ്ങളുടെ സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയായിരുന്നു ജയേട്ടൻ. സംഘടനയുടെ പരിപാടികൾക്കൊന്നും അദ്ദേഹം അങ്ങനെ റെഗുലറായി വരുന്ന ആളൊന്നുമല്ല, പക്ഷേ പങ്കെടുത്തിട്ടുണ്ട്. പലപ്പോഴും നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ആളാണ്. വന്നില്ലെങ്കിൽ പോലും ഒരു വീഡിയോ അയച്ചു തന്ന്, ലാസ്റ്റ് പെരുമ്പാവൂർ സാറിൻ്റെ
ആദരവ് നടത്തിയ പരിപാടിയിലും അദ്ദേഹം ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു. പിന്നെ കാര്യങ്ങൾ അന്വേഷിക്കും. ഏറ്റവും വലിയൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു മറ്റുള്ള സഹജീവികളോടുള്ള ഒരു സഹാനുഭൂതി ഇതൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കലാകാരൻ കഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോൾ അത് പറഞ്ഞ് വളരെ സെൻറ്റിമെൻ്റലാവുന്ന ആളാണ്. പലരെയും സഹായിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല പലതും, പിന്നീടാണ് അറിയും. അപ്പോൾ ജയേട്ടൻ എപ്പോഴും പറയുന്നത് അത് നന്നായി ഓരോ കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നിന്നൊരു ജയേട്ടൻ്റെ പേരിൽ ഒരു പരിപാടി വന്നിട്ട് നമ്മൾ പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല, അത് ജയേട്ടൻ ആഗ്രഹിച്ചതുപോലെ ആർക്കെങ്കിലും ഗുണപരമായിട്ട് സാധിക്കട്ടെ എന്നാലോചിച്ചിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം. ഇത് സംഘടനാപരമായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമല്ല, ഞങ്ങൾക്കിപ്പോൾ തോന്നുന്ന ഒരു കാര്യം. സംഘടനയുടെ പരിപാടിയല്ല, നിങ്ങൾ വ്യക്തിപരമായിട്ട് ഇവിടെ വന്നതാണ്. എങ്കിലും അത് സംഘടനയ്ക്ക് കൊടുക്കുന്നു, നല്ല കാര്യം. ബിജുചേട്ട, സുധീപേട്ട, രാജലക്ഷ്മി, ഇത് നിങ്ങൾ സമത്തിന് കൊടുക്കേണ്ടുന്ന തുക ഏറ്റുവാങ്ങാം. ബിജുചേട്ട, പ്രത്യേകം നന്ദി സാന്നിധ്യത്തിന്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഏറ്റവും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പാണ്. അൾട്ടിമേറ്റ് സംഗീത ചരിത്രം നോക്കിയ ലോക റെക്കോർഡാണ്. ഏത് ഗായകനായാലും അവർക്ക് ഒരു പീരീഡ് ചെയ്യുമ്പോൾ അവർ ആക്റ്റീവ് അല്ലാതായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം 65 മുതൽ ഈ 2025 പടം വാങ്ങുന്നത്. കാരണം ഈ വർഷവും 2024 4 സിനിമയിൽ പാട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇനി പാട്ട് വരാതെ മോഹം കൊണ്ട്